അപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് വരാൻ പോകുന്ന പ്രവർത്തകരെ ബ്ലോക്ക് ചെയ്യുന്ന നടപടി അവരെ പേടിപ്പിക്കുക. ഏത് കാലത്ത് അവരൊക്കെ ജീവിക്കണമെന്നല്ല, ഏത് കാലത്താണ് അവർ ജീവിക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ആൾക്കാരെ പേടിപ്പിക്കുക, പിന്നെ എന്താ അങ്ങനെ ചെയ്യും, ഇങ്ങനെ പേടിക്കുന്നവരെ പേടിക്കും. പിന്നെ അല്ലാണ്ട് സാമ്പത്തികം കൊടുക്കുന്നവർക്ക് സാമ്പത്തികം കൊടുക്കും. ഇവർക്ക് പൈസ ഇല്ല, ട്രെയിനിന് പോകാൻ എവിടെ നിന്ന് എടുത്ത് കൊടുത്താൽ ഈ പറഞ്ഞവരെന്നെ വരും. ഞാൻ അവർക്ക് കൊടുക്കുന്ന പൈസ ഇതുണ്ട്, എൻ്റെ സ്നേഹം കൊടുക്കും. ആ സ്നേഹം അവർ തിരിച്ചറിഞ്ഞ് അവർ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ അടുത്ത് ആര് നടന്നില്ല. ഈ മെമ്പർഷിപ്പ് വിതരണം മുരളി മന്ദിരത്തിൽ വേണം, അതും സ്മൃതി മണ്ഡലത്തോട് ചെയ്തു, അതിലൊരു രാഷ്ട്രീയമാനമില്ല. ഞാനത് നിങ്ങളോടൊക്കെ ചോദിച്ചത്. എൻ്റെ പിതാവ് മാർക്സിസ്റ്റ് പാർട്ടിയായി ചേർന്നു. അദ്ദേഹം പാർട്ടി വിട്ടുപോയപ്പോൾ ആർക്കും ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ. എൻ്റെ പിതാവിൻ്റെ വിഷമം കണ്ട ആളും ഞാനാണ്. ഇതെൻ്റെ പിതാവ് എനിക്ക് എഴുതി തന്ന വീടാണ്. കാരണം എൻ്റെ സഹോദരൻ്റെ തിരുവനന്തപുരത്തെ വീട്, ഈ വീട് എനിക്ക് എഴുതി തന്നു. 2 വീടുള്ളൂ ഭാവത്തിന്. അതിൽ ഒന്നാം എൻ്റെ മര്യാദയോട്ടാണ് ഞാൻ പറഞ്ഞത്. ചേട്ടനിവിടെ നിന്നോട്ടെ. കാരണം ഞാൻ അത് മാറ്റാനോ പിടിക്കാനോ ഞാൻ പോയിട്ടില്ല. ഞങ്ങൾക്ക് 2 പേർക്കും തുല്യാവകാശമായിട്ട് ഇതൊന്നും വിൽക്കാനൊന്നും പോണില്ലേ. ഞാൻ ഒരിക്കലും ഞാനിത് വീട് വിൽക്കില്ല. അദ്ദേഹം വന്നോട്ടെ, ഞാനും വരും. എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നവരും വരും. ഇറങ്ങിയല്ലോ, ഇന്നലെ ഇരിഞ്ഞാലക്കൂടെ ഇരുന്നേ. തീർച്ചയായിട്ടും എന്നെ കുട്ടി അതേ ആൾക്കാരെ കൂടെ നടക്കണതേ. അപ്പോൾ പിന്നെ അതിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ 2 പേരും അപ്പുറം ഇപ്പുറം നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ എനിക്കറിയാം ഇത് എവിടെ നിന്ന് തന്നെ അടുത്ത് കുത്തു വരാൻ പോകണം. അത് അദ്ദേഹത്തോട് ചോദിക്കാം. കാരണം നമ്മളെന്തൊക്കെ പറഞ്ഞാലും മക്കളെ തോക്കണം, ഒരു അച്ഛനും ആഗ്രഹിക്കും. അത് ഏത് പാർട്ടിയായാലും എൻ്റെ അനുഭവം തന്നെ. ഓക്കെ, ശരി.